ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഡിയംസ് ഫ്രേസുകളെ കുറിച്ചാണ്. സാധാരണ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാറുണ്ട് ഇഡിയംസും ഫ്രേസുകളൊക്കെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സുകളിലും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പർട്ടിക്കുലർലി പഠിക്കാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിലയിരുത്തൽ, അതിൻ്റെ ഒരു ചർച്ച, അതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. While in Rome, do as the Romans do. Okay, വേറെ ഒന്ന് നോക്കാം. I put all my eggs in one basket. വേറെ നോക്കാം. under the weather. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക് വരാം. ഇഡിയംസും ഫ്രേസുകളും നമ്മൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഫസ്റ്റ് ലാംഗ്വേജാണ്. അവർ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള നമ്മളെപ്പോലത്തെ ആളുകളായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ മാക്സിമം ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം അവരുടെ പ്രാദേശികമായിട്ടുള്ള ഇഡിയംസും ഫ്രേസുകളും ഉപയോഗിക്കാറില്ല. അതിന് കാരണം എന്താണെന്നറിയോ? അതിന് കാരണം നമുക്ക് മൂവിയിൽ കാണാം. പക്ഷെ നമ്മളായിട്ട് നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആളുകളായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അയാൾ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രാദേശികമായിട്ടുള്ള ഇഡിയംസും ഫ്രേസുകളും മാക്സിമം ഉപയോഗിക്കാറുണ്ട്, ഇല്ല എന്നല്ല, മാക്സിമം അവർ ഉപയോഗിക്കാറില്ല. അത് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കാറില്ല. ഉപയോഗിക്കാതെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കാറ്. അതിന് കാരണം എന്താണ്? ദ ഫീൽ ദാറ്റ് ദേ ആർ മൈനോറിറ്റീസ് ഇൻ ടേംസ് ഓഫ് ബൈലിംഗ്വൽ ആൻഡ് പോളിഗ്ലോട്ട്സ്. എങ്ങനെ? അവർ രണ്ട് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോഴും ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോഴും അവർ ന്യൂനപക്ഷമാണ് എന്നതാണ് അവരുടെ ചിന്ത. അതൊരു ഫാക്റ്റാണ്. ഇംഗ്ലീഷ് ലോകത്ത് പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ, ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും അവർ മൈനോറിറ്റീസാണ്. ഏത് രീതിയിൽ രണ്ട് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോഴും രണ്ടിലധികം ധാരാളം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വെച്ച് നോക്കുമ്പോഴൊക്കെ എന്താണ്? അവർ മൈനോറിറ്റീസാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുണ്ട്. ഇന്ത്യയിലുള്ള പല ആളുകളും പോളിഗ്ലോട്ട്സ് ആണ്. ധാരാളം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ബൈലിംഗ്വൽസ് ഉണ്ട്, അതേപോലെ തന്നെ പോളിഗ്ലോട്ട്സ് ഉണ്ട്. ധാരാളം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളും രണ്ട് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ നമ്മൾ മലയാളം കൈകാര്യം ചെയ്യുന്നു, ഇംഗ്ലീഷും കൈകാര്യം ചെയ്യുന്നു, ഹിന്ദി കൈകാര്യം ചെയ്യുന്നു, തമിഴ് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്ത ഭാഷകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. അപ്പോൾ നമ്മളൊക്കെ പോളിഗ്ലോട്ട്സ് ആണ്. നമ്മൾ അധിക പേരും പോളിഗ്ലോട്ട്സ് ആണ്. ഇവിടെ അവരുടെ ഫീലിംഗ് അവർ മൈനോറിറ്റീസാണ് ഈ രീതിയിൽ. കാരണം ഇംഗ്ലീഷ് അല്ലാത്തൊരു ഭാഷ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട സാഹചര്യങ്ങൾ താരതമ്യേന കുറവാണ്. ചിലപ്പോൾ അവർ ഫ്രഞ്ച് പഠിക്കുന്നുണ്ടാവാം, യൂറോപ്പിലെ ഏതെങ്കിലും ഭാഷകൾ പഠിക്കുന്നുണ്ടാവാം. താരതമ്യേന അതിൻ്റെ റിക്വയർമെൻറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത്, if we use our native idioms and phrases to communicate with the people, those who are using English as a second language, it would be a problem for their native idioms and phrases. മനസ്സിലായി പറഞ്ഞേ? എന്താണ്? അവരുടെ നേറ്റീവ് ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഇഡിയംസും ഫ്രേസും യൂസ് ചെയ്തിട്ട് നമ്മളെപ്പോലെയുള്ള ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇഡിയംസിൻ്റെയും ഫ്രേസുകളൊക്കെ കാര്യപ്രയാസത്തിലാകും, കഷ്ടത്തിലാകും എന്നാണ്. എന്താണ് ആ കാരണം? കാരണം നമ്മുടേതായ നാട്ടിലെ ഇഡിയംസും ഫ്രേസുകളും പഴഞ്ചൊല്ലുകളും ഒക്കെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ? അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രാദേശികമായ ഭാഷകളിലുള്ള ഇഡിയംസും ഫ്രേസും അവർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുകയില്ല. അത് മാത്രമല്ല, പിന്നെ അവരുടേതായ നേറ്റീവ് ഇഡിയംസിൻ്റെയും ഫ്രേസിൻ്റെയും ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുമോ എന്നതാണ് ഒരു ചർച്ച, ഒരു തോട്ടാണത്.
അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സെമിനാറുകളിലൊക്കെ പറയുന്ന ഒരു ചർച്ചയാണ്. ഓക്കെ, ഇതിൽ നോക്കാം. വൈൽ ഇൻ റോം ഡു ആസ് റോമൻസ് ഡു, അല്ലേ? ഇതിൻ്റെ അർത്ഥം, ആശയം എന്താണ്? നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ പ്രദേശത്തുള്ള കൾച്ചർ അല്ലെങ്കിൽ കസ്റ്റം, അവിടുത്തെ ആളുകളുടെ രീതി അനുസരിച്ച് ജീവിക്കുക, പെരുമാറുക എന്നതാണ് ഉദ്ദേശം. അപ്പം ഇത് മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ചേരനെ തിന്നണ നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കഷ്ണം നോക്കി തിന്നണം. അപ്പോൾ നമ്മൾ ഈ ഒരു വേർഡിനെ, ഈ ഒരു സെൻറ്റൻസിനെ, ഈ ഒരു മലയാളത്തിൽ പറയാം, നമ്മുടെ ചേര തിന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കഷ്ണം നോക്കി തിന്നണം എന്നുള്ള ഈ ഒരു സംഗതിയെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ അവർക്ക് അതിൻ്റെ ആശയം മനസ്സിലാവുക? ആശയം മനസ്സിലാവില്ല. ഇവിടെ ഐ പുട്ട് ഓൾ മൈ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്, എൻ്റെ എല്ലാ മുട്ടയും ഒരു കൊട്ടയിലിട്ടു, അതാണോ? നോ. അതിൻ്റെ ആശയം എന്താണ്? എൻ്റെ എല്ലാ സമ്പത്തും ഞാനൊരു ബിസിനസ്സിൽ നിക്ഷേപിച്ചു. ഇനി അടുത്ത് നോക്കാം. അണ്ടർ ദ വെദർ. അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ ഐ ഫീൽ സിക്ക്, അല്ലെങ്കിൽ സിക്ക് ഫീൽ ചെയ്യണം, രോഗാവസ്ഥയിൽ ഒഴിക്കുമ്പോഴാണ് ഇത് പറയുക അണ്ടർ ദ വെദർ. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഈ രീതിയിലുള്ള സംഗതികൾ എന്ത് ചെയ്യാറില്ല, അവർ മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറില്ല. ആരായിട്ട് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആളുകളായിട്ട് ഇംഗ്ലീഷ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ നേറ്റീവ് ഇഡിയംസും ഫ്രേസുകളും ഉപയോഗിക്കാറില്ല. അതിൻ്റെ റീസൺ ഇതാണ്. വി ഷുഡ് അവോയ്ഡ് ടു യൂസ് അവർ നേറ്റീവ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പീപ്പിൾ ദോസ് ഹു ആർ യൂസിങ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. ഇഫ് വി യൂസ് ദിസ്, they may translate their native idioms, local idioms and phrases into English, and they may communicate. Then there would be a problem because we are minorities in terms of bilingual and polyglots. I hope you understand this. Thank you.